പ്രൊഡക്റ്റിലേക്ക് പോവാം. നമ്മുടെ പ്രൊഡക്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ട് അല്ലെ. 10 പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ് ഉണ്ട്. ഇതിന്റെ പ്രത്യേകത മനസ്സിലാക്കാം. എല്ലാം കൂടി പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നൊരൊറ്റ പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രം സംസാരിക്കാം. നമുക്ക് മെമ്മറി മാക്സ് ഉണ്ട്, അതേപോലെ അഡ്വാൻസ് ഹെൽത്തി ഹാർട്ട് ഉണ്ട്, ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്, ഡീപ്പ് സ്ലീപ്പ് ഉണ്ട്, ഉറക്കം നന്നായിട്ട് കിട്ടാൻ വേണ്ടി, നമ്മളെ സ്ലീപ്പിംഗ് സൈക്കിളൊക്കെ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട്, ജോയിന്റ് ഗാർഡ് ഉണ്ട്, കോൾഡ് റിലീഫ് ഉണ്ട്, അലർജി ചുമ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അലർജി പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ ട്രെയിനിങ് ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് സൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. തൊണ്ടയിൽ ഉണ്ടാകുന്ന കൺജഷൻ ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി കോൾഡ് റിലീഫ് സഹായിക്കും. അതേപോലെ അഡ്വാൻസ് ലിവർ ക്ലെൻസർ ഉണ്ട്, അത് കരളിന്റെ ആരോഗ്യത്തിനാണ്. അത് ലിവർ സിറോസിസിനും ഫാറ്റി ലിവറിനും മഞ്ഞപ്പിത്തത്തിനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും. അഡ്വാൻസ് ഷുഗർ ബാലൻസ്, ഇതാണ് നമ്മുടെ ഡയബറ്റിക്കിനെ എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യാനും ഡയബറ്റിക് ആവാതിരിക്കാനും സഹായിക്കുന്നത്. അഡ്വാൻസ് ഒമേഗ 3 ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ബ്യൂട്ടി വൈറ്റ് എന്ന് പറഞ്ഞാൽ മുടിയുടെയും നഖത്തിന്റെയും അഴകിന് വേണ്ടിയിട്ട് സഹായിക്കും. മുടി പൊട്ടിപ്പോകുന്നതും മുടി കൊഴിയുന്നതിനൊക്കെ സഹായിക്കും. അഡ്വാൻസ് ഡിറ്റോക്സ്, ഓവറായിട്ടുള്ള ഫാറ്റ് മാലിന്യങ്ങളൊക്കെ ശരീരത്തിലുണ്ടെങ്കിൽ ടോക്സിൻസ് ഒക്കെ പുറന്തള്ളാൻ വേണ്ടി സഹായിക്കും. ഈ പ്രൊഡക്റ്റ് ഇത് ഏത് കഴിക്കുന്നതിന് മുന്നേ ഒരു അഡ്വാൻസ് ഡിറ്റോക്സ് കഴിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും, ഒരു ശുദ്ധീകരണം നടക്കും. ഓക്കെ, ഈ 10 വോട്ടാണ് നമ്മുടെ പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റിൽ ഉള്ളത്. ഇത് എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മൾ നേരത്തെ ഇപ്പൊ അദ്ദേഹം ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മൾ ഓൾറെഡി ഇപ്പൊ ബസ് കയറിയിട്ടുണ്ടാവും പലരും. ഈ ബസ് ആലപ്പുഴ എത്തുക മീൻസ് അത് അദ്ദേഹം പറഞ്ഞതിനകത്ത് അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് 100% ഡയബറ്റിക് ആയാൽ വരുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. ഒന്ന് കണ്ണിന്റെ കാഴ്ചശക്തി പോവും, കിഡ്നീന്റെ കംപ്ലൈന്റ് വരും, നാഡീഞരമ്പുകൾക്ക് ക്ഷയം വരും, അല്ലെ, നമ്മുടെ കാലിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞ് നമുക്ക് ഡയബറ്റിക് ഫുഡ് വരും, പിന്നീട് കാല് മുറിക്കേണ്ടി വരും, നമ്മൾ ഡയാലിസിസിന് പോകേണ്ടി വരും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ വരും. ക്യാൻസറിനെക്കാട്ടും മാരകമാണ് ഡയബറ്റിക്കിന്. ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ അപ്പൊ നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. ഇത് കഴിഞ്ഞ 19 വർഷത്തെ റിസർച്ച് നടത്തി മനുഷ്യ ശരീരത്തിൽ ക്ലിനിക്കൽ ടെസ്റ്റ് നടത്തിയ പ്രൊഡക്റ്റ് ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചെടികൾ, ഈ ചെടികളിൽ നിന്നാണ് ഈ ഒരു ടാബ്ലറ്റ് ഉണ്ടാക്കുന്നത്. ഈ ചെടികള് USDA ഓർഗാനിക് അപ്രൂവ്ഡ് പ്ലാന്റുകൾ എന്ന് വെച്ചാൽ അത് ജൈവമായ 100% ഓർഗാനിക് ആയ ചെടികളാണ്. അതിൽ നിന്നാണ് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് എടുക്കുന്നത്. ഇത് എല്ലാ സർട്ടിഫിക്കറ്റും കൂടി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം അതിലേക്ക് പോവാ, കമ്പനി പ്രൊഫൈലിലേക്ക് പോവാ. നമ്മളിത് ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഭക്ഷണം എന്തായിരിക്കണം, മെഡിസിൻ ആയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഡിസിൻ എന്ത് ചെയ്യണം, മെഡിസിൻ ഷുഡ് ബി അവർ ഫുഡ്. നമ്മുടെ ഭക്ഷണം, അവർ ഫുഡ് ഷുഡ് ബി അവർ മെഡിസിൻ. നമ്മുടെ ഭക്ഷണം തന്നെയാണ് നമ്മുടെ മരുന്ന്. ആൻഡ് അവർ മെഡിസിൻ ഷുഡ് ബി അവർ ഫുഡ്. നമ്മുടെ മരുന്ന് എന്തായിരിക്കണം, ഭക്ഷണമായിരിക്കണം. എന്ന് വെച്ചാൽ നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ മെഡിസിൻ എടുക്കേണ്ട ഒരു ആവശ്യം വരില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഭക്ഷണ രീതി തെറ്റാണെങ്കിൽ മെഡിസിനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. നിങ്ങളിപ്പോ ഡയബറ്റിക് ആണ്, നിങ്ങളുടെ ഭക്ഷണ രീതി റോങ് ആണ്, നിങ്ങൾ ഡയബറ്റിക്കിന് ഗുളിക കുടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഡയറ്റ് ഈസ് കറക്റ്റ്, നിങ്ങളുടെ ഡയറ്റ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മെഡിസിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതൊരു ആയുർവേദ പഴഞ്ചൊല്ല് എന്ന് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് ആലോചിച്ച് നോക്കണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതിയൊക്കെ കറക്റ്റ് ആണെന്നുള്ളത്. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡ്രഗ് അല്ലെ, അത് എന്താണ്, ഫുഡാണെന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരിക്കലും ഒരു ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്ന ഒരു രീതിയല്ല. ഇത് ശരിക്കും വർദ്ധനത്തിന് ആവശ്യമായ മൂലകോശം എന്താണോ അത് മാത്രം സെലക്ട് ചെയ്ത് തെരഞ്ഞെടുത്തതിന് ശേഷം ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇങ്ങനെ ഒരു കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കും, ഇത് 100% കെമിക്കൽ ഫ്രീ ആണ്, 100% ചെടികളിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്, USDA സർട്ടിഫൈഡ് ആണ്, പ്രിസർവേറ്റീവ്സും കെമിക്കലും ഇല്ല, ആ ടാബ്ലറ്റിന്റെ പുറത്തുള്ള ബോണ്ടിങ് പോലും എന്താണ്, 100% ഓർഗാനിക് ആണ്. അതേപോലെ UK ഹൗസ് ഓഫ് ലോഡിന് അവാർഡ് കിട്ടിയ കമ്പനിയാണ് ഇലോൺ മസ്കിന്റെ എക്സ്പ്രൈസ് ഫൗണ്ടേഷൻ. ലോകത്തിലെ 2000-ഓളം ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനികൾ, ന്യൂട്രാസ്യൂട്ടിക്കൽ മീൻസ് എല്ലാ ന്യൂട്രാസ്യൂട്ടിക്കൽ അല്ല, മനുഷ്യന്റെ ശരീരത്തിലെ ഈ കോശങ്ങളെ പുനർജനിപ്പിക്കാൻ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ മെഡിസിൻ തന്നെ പറയാം നമുക്ക്, മെഡിസിനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന 2000-ഓളം കമ്പനികളിൽ ഒരു കോമ്പറ്റീഷൻ റൺ ചെയ്തപ്പോ അതിൽ 100ാം സ്ഥാനത്തെത്തിയ ഒരു ഇന്ത്യൻ കമ്പനിയാണ് നമുക്ക് വേണ്ടി പ്രൊഡക്റ്റ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ അത്രയും മൂല്യമുള്ള ഒരു കമ്പനിയാണ്.
ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പാറ്റന്റഡ് ടെക്നോളജി ഉണ്ട്, സിനർജറ്റിക് ഓപ്റ്റിമൈസ്ഡ് ബ്ലഡ് ടെക്നോളജി എന്നാണ് അതിന്റെ പേര്. ഈ പാറ്റന്റുള്ള ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ ഒരു ഉൽപ്പന്നം നിർമ്മിച്ചിരിക്കുന്നത്. GMP സർട്ടിഫൈഡ് കമ്പനിയാണ്, FSSAI ലൈസൻസ് ഉണ്ട്, USD ഉണ്ട്, നോൺ GMO, DSIR, HACCP, NABL ടെസ്റ്റഡ് അതാണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്, എന്നുവെച്ചാൽ ഷുഗർ ഫ്രീ ആണ് ഇത് പ്രൊഡക്റ്റുകൾ. റിസർച്ച് 2006 മുതലുണ്ട്. ഈ പ്രൊഫൈലൊക്കെ നമുക്ക് നോക്കാം. പാറ്റന്റഡ് ടെക്നോളജി, ഫോർമുലേറ്റഡ് ബൈ ഫാർമാസ്യൂട്ടിക്കൽ പ്രൊഫഷണൽസ്, ക്ലിനിക്കലി ടെസ്റ്റഡ്. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. ഈ പ്രൊഡക്റ്റുകളുടെ ക്ലിനിക്കൽ ട്രയലുകൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഇന്റർനാഷണൽ ക്ലിനിക്കൽ ട്രയൽസ് രജിസ്ട്രി പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കിയാൽ ഇതിന്റെ ഒരു നിലവാരം. ഇത് നമ്മുടെ കയ്യിൽ കിട്ടിയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോരായ്മ. ഇത് കിട്ടേണ്ട ആൾക്കാരുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഇത് ഇന്ത്യയിൽ ഇന്നൊരു വിപ്ലവമായിട്ടുണ്ടാവായിരുന്നു. നമുക്കിപ്പോഴും നമ്മൾ കൈ കിട്ടിയ മാട്രസ്പാഡിന്റെ മൂല്യം പോലും അറിയില്ല എന്നുള്ളതാണ് ഒരു പരിധി വരെ സത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇനിയെങ്കിലും നമ്മളൊന്ന് മാറ്റി പിടിക്കണം. നമ്മളുടെ കിട്ടിയിരിക്കുന്ന, നമ്മളിപ്പോ മുന്നേ ഒരു ആൾട്ടോയും ഇയോണും വിൽക്കുന്ന എക്സിക്യൂട്ടീവ് ആണെങ്കിൽ നമ്മൾ ഇന്നൊരു ബെൻസ് ഓഡിയോ ഒക്കെ വിൽക്കുന്ന കമ്പനിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അത്രയും എന്ത് ചെയ്യണം, ഒരു ഉള്ളിൽ വേണം നമുക്കൊരു കോൺഫിഡൻസ്. ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ്. ഇതിന്റെ റിസർച്ച് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നിലവിൽ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 19 കൊല്ലത്തെ റിസർച്ച് ഉണ്ട്. മറ്റേത് കമ്പനിക്കും 3 or 5 അല്ലെങ്കിൽ പുറത്തുള്ള തേർഡ് പാർട്ടിയുടെ റിസർച്ച് ആയിരിക്കും ഉണ്ടാവുക. പാറ്റന്റഡ് ടെക്നോളജിയാണ് നമുക്കുള്ളത്, മറ്റുള്ളവർക്ക് ഉണ്ടാവണമെന്നില്ല. റോ മെറ്റീരിയൽ സ്റ്റാൻഡർഡൈസേഷൻ നമുക്കുണ്ട്. എന്ന് വെച്ചാൽ അത്രയും ആ ഒരു സർട്ടിഫൈഡ് പ്ലാന്റ് എന്ന് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. കേസ് സ്റ്റഡീസ്, ക്ലിനിക്കൽ ട്രയലുകൾ ഇഷ്ടംപോലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അത് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ പലരും പോകുന്നില്ലേ നാവിന്റെ അടിയിൽ വെക്കുന്നതും സ്റ്റെം സെല്ല് മറ്റൊന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിനെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. റിസർച്ച് പബ്ലിക്കേഷൻസ് നമുക്കുണ്ട്, അവർക്കില്ല, ചിലപ്പോൾ ഉണ്ടാവാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. മറ്റുള്ളവർക്ക് അങ്ങനെ നിലവിൽ ആർക്കും ഇല്ല എന്നുള്ളതാണ്. അൽഗോരിതം ഓർ സിനർജി എഫക്ട്, ഈ 5 or 10 കണ്ടന്റുകൾ ഒന്നിച്ച് ചേർക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു മെക്കാനിസം, അതെങ്ങനെ ഹ്യൂമൻ ബോഡിയിൽ വർക്ക് ചെയ്യുന്നതിനെ പറ്റിയുള്ള വ്യക്തമായ റിസർച്ച് നടത്തിയിട്ട് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. 100% കെമിക്കൽ ഫ്രീ, 100% പ്ലാന്റ് വേസ്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഷെൽഫ് ലൈഫ് 36 മാസം വരെ നമുക്ക് ഇത് ഉപയോഗിക്കാം. മറ്റുള്ള പ്രൊഡക്റ്റുകൾക്ക് 18 മുതൽ 24 മാസം വരെ ലൈഫ് ഉണ്ടാവും. എന്ന് വെച്ചാൽ അതിന്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത്. ടാബ്ലറ്റ് കോട്ടിംഗ് എന്ന് പറയുന്നത് നമ്മളത് ഒരു അക്വസ് ട്രാൻസ്പെറന്റ് എന്ന് പറയുന്ന നോർമൽ ആയിട്ടുള്ള കെമിക്കൽ ഇല്ലാത്ത ഒരു രീതിയാണ്. മറ്റുള്ളവര് സോൾവെന്റും കെമിക്കലും അങ്ങനെയുള്ള കണ്ടന്റ് ഉപയോഗിച്ചിട്ടാണ് അതിന് കോട്ട് ചെയ്യുക, അത് ടാബ്ലറ്റ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ സെൽ റീജനറേഷൻ സ്റ്റഡി, കോശങ്ങളുടെ പുനരുജ്ജീവനത്തിന് ആവശ്യമായ പഠനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്, മറ്റുള്ളവർ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. ഞാൻ പറയുന്നത് ഇതേ കാറ്റഗറിയിലുള്ള പല പ്രൊഡക്റ്റുകളിൽ കാണാൻ പറ്റും, അതിൽ ഈ സ്റ്റഡി ഒന്നും ഉണ്ടാവില്ല. പ്രിസർവേറ്റീവ് യൂസ് നമ്മളെടുത്തില്ല, മറ്റുള്ളവരുടെ കമ്പനികളിൽ പലരും പ്രിസർവേറ്റീവ് ഉണ്ടാവാം. ടാബ്ലറ്റ് ഡിസൊല്യൂഷൻ നമ്മുടെ ഒരു യൂണിഫോം മെത്തേഡാണ്, മറ്റത് ഡോസ് ഡംപിംഗ് ആണ്. കൂടുതൽ കഴിക്കും തോറും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതേപോലെ തന്നെ ടാബ്ലറ്റ് ആക്റ്റീവ് കണ്ടന്റ്, ഇതിന് 99% നമ്മുടെ ടാബ്ലറ്റിലുള്ള ഓരോ കണ്ടന്റിന്റെ 99% ആക്റ്റീവ് ആയിരിക്കും. മറ്റുള്ള ഏത് ടാബ്ലറ്റ് എടുത്താലും അതിലുള്ള കണ്ടന്റുകൾ ഒരു 40 to 70% മാത്രമേ ആക്റ്റീവ് ആവും. അപ്പൊ ഇതൊരു അലോപ്പതി മെഡിസിൻ ബോഡിയിൽ വർക്ക് ചെയ്യുന്ന പോലെ വർക്ക് ചെയ്യുന്നതാണ്. ടാബ്ലറ്റ് അപ്പിയറൻസ് നല്ല അടിപൊളി സ്റ്റൈലായിട്ടുള്ള, എന്താ പറയാ, കഴിച്ച ആളുകൾക്ക് അറിയാം, ഒരു വൃത്തിയുടെ രൂപത്തിൽ നല്ല ഫിനിഷിങ് നല്ല അടിപൊളിയാണ് അല്ലെ. വാങ്ങിച്ച് കഴിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും. അതുപോലെ സ്മെല്ലില്ല, അതാണ് ഏറ്റവും വലിയ ഗുണം. മറ്റുള്ളതിനൊക്കെ ഒരു ചവർപ്പും കയ്പൊക്കെ ഉണ്ടാവും, ബാഡ് സ്മെൽ ഉണ്ടാവും മറ്റുള്ള കമ്പനികൾക്ക്. ഇതേ കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റുകൾക്ക് ടേസ്റ്റ് മാസ്കിംഗ് പാറ്റന്റ് ഇവിടെ നമ്മൾ നിന്നിട്ട് അതിന്റെ നാവിലേക്ക് കിട്ടുന്ന സമയത്ത് എന്തില്ല, അതിന് പ്രത്യേകിച്ച് ചോയ, എന്താ പറയാ, വേറെ എന്താ അതിന് ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നും തോന്നില്ല. 100% ഫൈറ്റോ ഇൻഗ്രീഡിയന്റ് ആണ്. പ്ലാന്റ് ബേസ്ഡ്, പ്ലാന്റിൽ നിന്ന് എടുക്കുന്ന മൂലകോശങ്ങളാണ് ഫൈറ്റോ എന്ന് പറയുന്നത്. ആ ഫൈറ്റോ ഇൻഗ്രീഡിയന്റ് ആണ്. അതേപോലെ തന്നെ സ്റ്റെം സെൽ സ്റ്റഡി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൈപ്പ് 1 ഡയബറ്റിക്കിന്റെ സ്റ്റഡി നടത്തിയ പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നു ലോകത്തിൽ നമുക്ക് മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുന്നത്. കോമ്പറ്റബിൾ വിത്ത് അതർ മെഡിസിന്, മറ്റുള്ള മെഡിസിനായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി സ്റ്റഡി അതുണ്ട്. ഇതൊക്കെ പറയാൻ കാരണം ഇതാണ് കമ്പനി. GP ലൈഫ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ആ കമ്പനിയിലെ സയന്റിസ്റ്റ് വിങ് ആണ് ഇത്. അതിൽ UAE, ജർമ്മനി, സിംഗപ്പൂർ, ഇന്ത്യ, USA,
കാനഡ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ, മലേഷ്യ, ഖത്തർ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലുള്ള അതിപ്രശസ്തരായ സയന്റിസ്റ്റുകളും ഫാർമാസ്യൂട്ടിക്കൽ പ്രൊഫഷണൽസുമാണ് നമ്മുടെ ഈ ഒരു മാനുഫാക്ചറിങ്ങിലുള്ള ഒരു പാനൽ എന്ന് പറയുന്നത്. ഇത് വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റണം. ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ബ്രാൻഡ് അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഈ ബയോ നാച്ചുറൽസ് എന്ന് പറയുന്ന ബ്രാൻഡിലാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നത്. ഈ ബയോ നാച്ചുറൽസ്, അതാണ് നമ്മുടെ ലോഗോ. എല്ലാവരും ഇത് വേണമെങ്കിൽ ഒന്ന് ഓർമ്മിച്ച് വെക്കണം. ഈ ബയോ നാച്ചുറൽസ്, അതാണ് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ് ബ്രാൻഡ് നെയിം. അതിൽ ഒന്നാമത്തത് ഈ അഡ്വാൻസ് ഷുഗർ ബാലൻസ്. ഇത് കഴിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടാബ്ലറ്റ് രാവിലെ, ഒരു ടാബ്ലറ്റ് വൈകുന്നേരം, എന്ന് വെച്ചാൽ 12 മണിക്കൂറിന്റെ ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഭക്ഷണത്തിന് മുന്നേ കഴിക്കണം. ഭക്ഷണത്തിന് മുന്നേ. ഇതെവിടെ നോട്ട് ചെയ്യുന്നുണ്ട്, നോട്ട് ചെയ്ത് വെച്ചോ. ഹെൽപ്ഫുൾ ഇൻ ബീറ്റാ സെൽ റീജനറേഷൻ, ബീറ്റാ സെല്ലുകളുടെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റിക് ആളുകൾക്കും നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഹെൽത്തി ഇൻസുലിൻ പ്രൊഡക്ഷൻ സഹായിക്കും, ഇൻസുലിന്റെ പ്രൊഡക്ഷനെ സഹായിക്കും. പ്രൊമോട്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി, അതേപോലെ തന്നെ പാങ്ക്രിയാസ് ഫങ്ഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടി സഹായിക്കും. ഡയബറ്റിക് ന്യൂറോപ്പതിയിലും ഡയബറ്റിക് റെറ്റിനോപ്പതിയും ആയിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടിനെ എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ സഹായിക്കും. എന്ന് വെച്ചാല് ഈ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന ഒരു അവസ്ഥയെയും, അതേപോലെ തന്നെ കണ്ണിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷന്റെ കുറവ് കൊണ്ട് കണ്ണിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നത് ഡയബറ്റിക് ആയ ആളുകൾക്ക് അറിയാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, വരാതിരിക്കാനും അതിനെ റിവേഴ്സ് ചെയ്യാനും സാധിക്കും. സപ്പോർട്ട് ഗ്ലൂക്കോസ് മെറ്റാബോളിസം, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഗ്ലൂക്കോസ് മെറ്റാബോളിസം ഡിസോർഡർ ആകുന്ന സമയത്താണ് നമ്മൾ ഡയബറ്റിക് ആവുന്നത് അല്ലെ. ഡയബറ്റിക്കിലേക്ക് പോകാൻ നേരത്തെ ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും. അതിന് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കുമ്പോൾ സഹായിക്കും. കഴിക്കേണ്ട ആളുകൾ, രോഗം വന്നതിന് മാത്രമല്ല അല്ലാത്ത ആൾക്കാർക്ക് കഴിക്കാൻ പറ്റും. ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ബ്ലഡിന്റെ ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഇനി നിങ്ങൾ ഒരു മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും എന്താ പറയാ, ഈ ഷുഗറിന്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് രാവിലെ വെറുമ്പായിട്ട് പോയിട്ട് ടെസ്റ്റ് ചെയ്യും, കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യും. ആകെ അത് മാത്രമേ ചെയ്യാറുള്ളൂ അല്ലെ. ഫാസ്റ്റിങ്ങിൽ 120, 150, അതേപോലെ തന്നെ അതിന്റെ മുകളിലോട്ടാണെങ്കിൽ എന്തായി, 120ന്റെ മുകളിലോട്ടാണെങ്കിൽ ഷുഗർ ആണെന്ന് പറയാം. പക്ഷെ HbA1c ലെവൽ 5.7 ബിലോ ആണെങ്കിൽ നമ്മൾ ഡയബറ്റിക് അല്ല, ഡയബറ്റിക് ആവാനുള്ള സാധ്യത കുറവായിരിക്കും. അത് കഴിഞ്ഞ 3 മാസത്തെ ഏവറേജ് ആയിരിക്കും അത് ആ റിപ്പോർട്ട് എടുക്കുക. പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ആവാൻ പോകുന്നു. നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ കറുത്ത പാടുകളുണ്ട്, നമുക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, അതേപോലെ വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലക്ഷണം നമ്മുടെ ശരീരത്തിൽ ഡയബറ്റിക് ആവാൻ നമ്മൾ സാധ്യത ഉണ്ടെന്നാണ്. അപ്പൊ അത് HbA1c എടുത്തു കഴിഞ്ഞാൽ 5.7 to 6.4 വരെ ആണെങ്കിൽ നമ്മൾ ആ ബസ് കയറി. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ ഓൾറെഡി ആ ബസ് കയറി ഇരുന്നു എന്നുള്ളതാണ്. അത് ഇനി ഇറങ്ങണം അതിൽ നിന്ന്. അത് സാധാരണ ബസ്സാന്ന് വിചാരിക്കണം. നമ്മുടെ ആ ഇടിവണ്ടിയില്ലേ പോലീസുകാരൻ, അതാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഇറങ്ങാൻ തോന്നും. സാധാരണ ബസ്സാണെന്ന് നിൽക്കുമ്പോൾ നമുക്ക് അതിൽ തന്നെ ഇരുന്നാലോ എന്ന് വിചാരിക്കും. പിന്നെയാണ് ഡയബറ്റിക് 6.4 അതിന് മുകളിൽ HbA1c ഉണ്ടെങ്കിൽ നമ്മൾ എന്തായി, ഡയബറ്റിക് ആയി, ഡയബറ്റിക് പേഷ്യന്റ് ആയി, രോഗിയായിരുന്നതാണ്. അപ്പോ ഇത് നോർമൽ കേസിൽ നമുക്ക് ഒരു HbA1c 7.5 അല്ലെ 7 താഴെയുള്ള ആളുകൾക്കൊക്കെ എന്ത് വെച്ചാല് രാവിലെയും വൈകുന്നേരം ഓരോ ടാബ്ലറ്റ് കഴിച്ച്, 7.5 മുകളിലോട്ടുള്ള ആളുകൾക്ക് ആദ്യത്തെ മാസം 1-2 മാസം രാവിലെ 2 ടാബ്ലറ്റ്, വൈകുന്നേരം 2 ടാബ്ലറ്റ് കഴിക്കുന്നത് നല്ലതാണ്. ഇനി ഇതിനകത്തുള്ള കണ്ടന്റ്, ഇത് അവർ ഇന്ന് വരെ ഷുഗറിന്റെ ഗുളിക കുടിച്ചിട്ട് അതിൽ എന്താണെന്ന് ആരും ചോദിക്കാറില്ല. അതേപോലെ തന്നെ ഇത് ആരും ചോദിക്കൂല. എന്നാലും നമ്മൾ അറിയുന്നത് നല്ലതാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഉലുവയിൽ നിന്നും നിങ്ങളുടെ പാങ്ക്രിയാസിന്റെ ബീറ്റാ സെല്ലുകളെ റീജനറേഷൻ നടത്താൻ പറ്റുന്ന എന്താണോ അതിൽ ഉലുവയിലുള്ളത് അതിനെ നമ്മൾ തെരഞ്ഞെടുത്തു. അതേപോലെ തന്നെ ഞാവൽപ്പഴത്തിന്റെ കുരുവിന്റെ ഉള്ളിലാണ് നമ്മുടെ പാങ്ക്രിയാസിന്റെ ബീറ്റാ സെല്ലുകളെ റീജനറേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു മൂലകോശം ഉള്ളത്. അതിനെ അതിൽ നിന്ന് വേർതിരിച്ചെടുത്തു. ചിറ്റാമൃതിന്റെ ഉള്ളിൽ നിന്നുള്ള മൂലകോശം എടുക്കുന്നു. സിന്നമൻ, കറുകപ്പട്ട, അത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റിക്ക്, ഇൻസുലിനെ എന്ത് ചെയ്യാൻ പറ്റും, സെല്ലുകളിലേക്ക് എത്തിക്കാനൊക്കെ ശരീരത്തിനെ സഹായിക്കും ചിറ്റാമൃത്. അപ്പൊ അതിൽ നിന്ന് എന്താണോ അതിന് വേണ്ടത് ആ മൂലകോശം എടുക്കുന്നു. ഗുഡ്മർ എന്ന് വെച്ചാൽ ചക്കരക്കൊല്ലി. നമ്മളിപ്പം എന്താ പറയാ, ഷുഗർ വന്നു കഴിഞ്ഞാൽ കഴിക്കുന്ന ഒരു ചെടിയല്ലേ. ഇതിന്റെ വെള്ളമൊക്കെ കുടിച്ച് ഇലയിലൊക്കെ ചവച്ചിട്ടാണ് പലരും മേക്കപ്പ് ചെയ്ത് പോവുക കുറെയൊക്കെ. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള മൂലകോശം. അതേപോലെ തന്നെ അശ്വഗന്ധ എന്താണോ അശ്വഗന്ധ എന്ന് ആവശ്യമുള്ളത് അത് മാത്രം എടുക്കും. കൈപ്പക്ക
കരേള എന്ന് പറയും. കേരള എന്നുള്ളത് കരേള. അപ്പൊ കൈപ്പക്ക, മഞ്ഞളിന്റെ ഉള്ളിലുള്ള കുർക്കുമിന്റെ എക്സ്ട്രാക്ട്, കുർക്കുമിനുള്ള എന്താണ് ആവശ്യം അതെടുത്തു, മരമഞ്ഞളിന്റെ ഉള്ളിൽ നിന്ന് എടുത്തു, അംല, വൃക്ഷ നെല്ലിക്ക എന്ന് പറയും, മര നെല്ലിക്ക എന്ന് പറയും, ബ്രഹ്മി, മുരിങ്ങ, ജിൻസങ്, കിരിയാത്ത, കരിഞ്ജീരകം, ശതാവരി, ശാലമരം. അപ്പൊ ഇത്രയും 17ഓളം സസ്യങ്ങളിൽ നിന്ന്, ആയുർവേദ സസ്യങ്ങളിൽ നിന്നും എന്താണോ നിങ്ങളുടെ ഡയബറ്റിക്കിനെ റിവേഴ്സ് ചെയ്യാൻ ആവശ്യമായത് അത് തെരഞ്ഞെടുക്കുന്ന ടെക്നോളജിയാണ് ഒപ്റ്റിമൈസ്ഡ് സിനർജിസ്റ്റിക് ബ്ലെൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മള് ഓൾറെഡി നമുക്ക് ഷുഗർ വന്ന കയ്പക്ക ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ഉള്ള ആളുകൾക്ക് അത് റിവേഴ്സ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ ചിറ്റാമുതോ അല്ലെങ്കിൽ മഞ്ഞളോ അതേപോലെ കരിഞ്ചീരകോ കഴിക്കുന്ന സമയത്ത് പലർക്കും ഡയബറ്റിക് റിവേഴ്സ് ആകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയന്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നിലവാരം ഒന്ന് ആലോചിച്ച് നോക്കാം നിങ്ങൾ. അപ്പൊ വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു കസ്റ്റമറിന് പറയാൻ പറ്റും. ഒരു 3 to 4 month, 90 ദിവസം പറയുന്ന കമ്പനി ഒരു 4 മാസം പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറയാം. ഡയബറ്റിക് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ആക്കി എടുക്കാൻ പറ്റും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, അവരോട് നേരത്തെ പറഞ്ഞതുപോലെ ബേക്കറി ഐറ്റംസ്, മധുരം, ചായ, പഞ്ചസാര ഇട്ട് കുടിക്കുന്നത്, ഒരു ഉറക്കം പ്രോപ്പർ ആക്കണം, ഇതൊക്കെ അഡ്വൈസ് ചെയ്യണം അവർക്ക്. അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ പ്രിയപ്പെട്ട ഒരു അഡ്വൈസറായിട്ട് മാറുക. നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റിലൂടെ കേരളത്തിലുള്ള 3.5 കോടി ജനങ്ങളിൽ 1.5 കോടി ആളുകളും ഡയബറ്റിക് ആണ്. അതിൽ ഏകദേശം അതിന്റെ പുറത്ത് നിൽക്കുന്നത് ഏകദേശം 50-60 ലക്ഷം ആളുകൾ ഡയബറ്റിക്കിനെ പേടിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇവരിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റസ്പേഡും പില്ലോപേഡും വാട്ടർ എനർജി പേഡും ഒക്കെ എത്തിക്കാൻ കുറേയും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാ, ഇതിന്റെ ക്ലിനിക്കൽ പബ്ലിക്കേഷൻ ആണ് ഇത്. ഈ പ്രൊഡക്റ്റിന്റെ ക്ലിനിക്കൽ ട്രയൽ. രണ്ടാമത്തത് എഫക്ട് ഓൺ GP ലൈഫ് അഡ്വാൻസ് ഡയബറ്റിക് സപ്പോർട്ട് ഓൺ ടൈം ഇൻ റേഞ്ച് ഇൻ ടൈപ്പ് 2 ഡയബറ്റിക്. അതിന്റെ കേസ് സ്റ്റഡിയാണ്. ബീറ്റാ സെൽ റീജനറേഷൻ എന്ന് പറഞ്ഞ അതിന്റെ ക്ലിനിക്കൽ ട്രയലുകൾ. ടൈപ്പ് 1 ഡയബറ്റിക്കിന് എന്ത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി സാധിച്ച ഒരു ക്ലിനിക്കൽ ട്രയൽ കൂടി അതിനകത്തുണ്ട്. ടൈപ്പ് 1 എന്നാൽ മാറൂല എന്നാ പറയാം, പക്ഷെ അതുപോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെയൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ഇത് കൊടുക്കുമ്പോൾ സഹായിക്കും. കുട്ടികൾ ഉണ്ടാകുന്ന ഡയബറ്റിക്കിന് വരെ കൊടുക്കാൻ പറ്റുന്നത്. കാരണം ഇതിന്റെ സൈഡ് എഫക്ട് ഇല്ല എന്നുള്ളത്. ഇത് ഒരു ഗുളിക എന്നുള്ളത് 60 എണ്ണം ഒരുമിച്ച് കഴിച്ചാൽ പോലും നമ്മുടെ ബോഡിയിൽ വേറെ പ്രത്യേകിച്ച് ഒരു ദോഷവും ഇല്ല. കമ്പനി വളരെ വ്യക്തമായിട്ട് അതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. ഇനി ഷുഗർ ഉള്ള ആളെടുത്ത് പോകുമ്പോൾ നമ്മൾ വെൽനസ് അഡ്വൈസേഴ്സ് അല്ല, അപ്പൊ എങ്ങനെ അഡ്വൈസ് ചെയ്യാൻ പറ്റണം നമുക്ക് വേറെയും കുറെ പൊട്ടികളുണ്ടല്ലോ. അപ്പം ടൈപ്പ് 1 ഡയബറ്റിക്കുള്ള ഒരാളാണ് നമ്മൾ മുന്നിലിരിക്കുന്നതെങ്കിൽ അയാൾക്ക് അഡ്വാൻസ് ഷുഗർ ബാലൻസ് മാത്രം കൊടുത്താൽ മതി. പൊണ്ണത്തടിയുള്ള ഒരാളാണ്, ഷുഗർ ഉണ്ട്, നന്നായിട്ട് തടിയുണ്ട്. അപ്പൊ അവരോടൊന്ന് പറയണം, ഈ പൊണ്ണത്തടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണ്ടേ, മാറ്റസ്പേഡ് വാങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ അത് കൊടുത്താൽ മതി, മാഗ്നറ്റിക് വാട്ടർ കുടിച്ചാൽ മതി. എല്ലാത്തൊരു കസ്റ്റമർ ആണെങ്കിൽ അവരോട് പറയണം ഒരു അഡ്വാൻസ് ഡിറ്റോക്സ് കൂടി ഇതിന്റെ കൂടെ കഴിക്കണം, ആ ടാബ്ലറ്റ്. ഞാൻ ആദ്യം കാണിച്ചത് കൊണ്ടാണ്. 2, സ്കിന്നിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളുകൾ, സ്കിന്നിൽ കറുത്ത പാടുകൾ, കണ്ണിന്റെ ഇവിടെയൊക്കെ കറുത്ത പാടുകളൊക്കെ ഉണ്ടാവില്ല, ചില ആളുകൾക്ക് കാണാം. ഈ ഷുഗർ വന്ന ആളുകൾക്ക് സ്കിന്നിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഇതൊക്കെ നിങ്ങൾ ഡയഗ്നോസ് ചെയ്യണം കേട്ടോ. ഇനി നിങ്ങൾ ഒരു മിനി ഡോക്ടർമാരെ പോലെയായി നമ്മളെല്ലാം കൂടി പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ഒരു ഡയബറ്റിക് ആയ ഒരാൾക്ക് കൊടുക്കുന്നെങ്കിൽ അയാൾക്ക് ഇതിന്റെ കൂടെ അഡ്വാൻസ് ലിവർ ക്ലീൻസും കൂടി കൊടുക്കുക. ഇനി ഡയബറ്റിക്കിന് മുന്നേ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ 5.7 to 6.4 വരെയുള്ള, അല്ലെങ്കിൽ ഡയബറ്റിക്കിന്റെ തുടക്കത്തിലുള്ള ആളുകളാണെങ്കിൽ അഡ്വാൻസ് ഷുഗർ ബാലൻസ് മാത്രം കൊടുത്താൽ മതി. ഡയബറ്റിക് ടൈപ്പ് 2 ആണെങ്കിലോ അത് മാത്രം കൊടുത്താൽ മതി. ഡയബറ്റിക് ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ട്രൈഗ്ലിസറൈഡും ഉണ്ട്. ഇങ്ങനെ ഉണ്ടാവുമല്ലോ. രാവിലെ പോയിട്ട് ലേബിന്റെ മുന്നിൽ നിന്നാ മതി, അല്ല നോട്ടീസ് എടുത്തിട്ട് കുറെ ആളുകൾ അവിടെ കിട്ടും തോന്നി. ഇതൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നത്. അപ്പൊ ഇത് 3 കൂടിയുള്ള ഒരാളെടുത്ത് കൊടുക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാന്ന് വെച്ചാല് അഡ്വാൻസ് ഷുഗർ ബാലൻസ് കൊടുക്കുക. അദ്ദേഹത്തിന്റെ ഹൃദയ സംരക്ഷണത്തിന്, കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ വേണ്ടി, ട്രൈഗ്ലിസറിനെ ഇല്ലാതാക്കാനും, LDL കുറക്കാനും, HDL ഇംപ്രൂവ് ചെയ്യാനും, BP നോർമൽ ആക്കാനും സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അഡ്വാൻസ് ഹെൽത്തി ഹാർട്ട്. അതും ഷുഗർ ബാലൻസ് ക്ലബ് ചെയ്ത് കൊടുക്കുക. 2 കഴിച്ചോട്ടെ, രാവിലെ വൈകുന്നേരം 2 ഓരോ ഗുളിക വീതം കഴിക്കുക. അതേപോലെ ഡയബറ്റിക്കും BP ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഷുഗർ ബാലൻസും അഡ്വാൻസ് ഹെൽത്തി ഹാർട്ടും കൊടുക്കുക. ഡയബറ്റിക്കും ഓവർ പൊണ്ണത്തടിയുമാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻസ് ഡിറ്റോക്സ് കൊടുക്കുക. അതിന്റെ കൂടെ ഡയബറ്റിക് പേഷ്യൻസിന് കാണുന്ന ഒരു പ്രശ്നം കോൺസ്റ്റിപ്പേഷൻ ആണ്, മലബന്ധമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്കും കൊടുക്കുക, ഒരു അഡ്വാൻസ് ഡിറ്റോക്സ് കൊടുക്കുന്നത് നല്ലതാണ്. ഡയബറ്റിക് അതേപോലെ ബോഡി പെയിന്, വാദ സംബന്ധമായ പ്രശ്നങ്ങൾ,
ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അഡ്വാൻസ് ഷുഗർ ബാലൻസിന്റെ കൂടെ ഒരു ജോയിന്റ് ഗാർഡ് കൊടുക്കുക. അതേപോലെ ഡയബറ്റിക്കും ഫാറ്റി ലിവർ ഉള്ള ആളുകൾ, അങ്ങനെ ഉണ്ടാവും ആളുകൾ, അവർക്ക് എന്ത് ചെയ്യുക, അഡ്വാൻസ് ഷുഗർ ബാലൻസിന്റെ കൂടെ ലിവർ ക്ലെൻസ് കൊടുക്കുക, അഡ്വാൻസ് ലിവർ ക്ലെൻസ് കൂടി കൊടുക്കുക. ഡയബറ്റിക് അതേപോലെ തന്നെ ക്രിയാറ്റിൻ കൂടുതലാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഷുഗർ ബാലൻസിന്റെ കൂടെ ഈ അഡ്വാൻസ് ലിവർ ക്ലെൻസും കൂടി കൊടുക്കുക എന്നുള്ളതാണ്. ഡയബറ്റിക് ആയ ഒരാള് രാത്രി ഉറക്കം ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതിന് അവർക്ക് എന്ത് ചെയ്യുക, ഈ അഡ്വാൻസ് ഷുഗർ ബാലൻസിന്റെ കൂടെ ഒരു ഡീപ്പ് സ്ലീപ്പും കൂടി കൊടുക്കുക. ഓക്കെ. ഡയബറ്റിക് ആണ്, മാനസികമായിട്ട് നല്ല പിരിമുറുക്കം അനുഭവിക്കുന്ന ആളുകൾ, സ്ട്രെസ് ആണ്, രാത്രി ഭയങ്കര പ്രശ്നമാണ് എന്ന് പറയുന്ന ആളുകൾ ഒരുപാടുണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ ഒരു മെമ്മറി മാക്സ് കൊടുത്താൽ മതി. അപ്പൊ ഈ ക്ലബ് ചെയ്തിട്ട് കൊടുക്കുന്നതിന്റെ ഗുണം എന്താ വെച്ചാൽ 2 ഗുണങ്ങളാണ്. ഒന്ന്, അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് പെട്ടെന്ന് കിട്ടും. അപ്പം ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, വാട്സപ്പിലൂടെ ഇട്ടാൽ മതി, ആ ഗ്രൂപ്പിലേക്ക് ഇട്ടാൽ മതി, ഗ്രൂപ്പിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുവാണ്.